തേങ്ങാപ്പാൽ കൊണ്ട് ചിക്കൻ കറി വയ്ക്കാൻ പോവാണ്. നമ്മൾ ഇതിൻ്റെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമുക്കിനി കടുകിട്ട് എല്ലാം മൂപ്പിച്ച് എടുത്ത് തരാം. ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നമ്മൾ പ്രത്യേകം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേണ്ടേ തേങ്ങാപ്പാൽ, ഇത് ഒന്നാം പാൽ, ഇത് രണ്ടാം പാൽ. ഇതിനകത്താണ് നമ്മളിന്ന് ചിക്കൻ കറി വയ്ക്കുന്നത്. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളതിനകത്തോട്ട് കടുകിടുകയാണ്. ഈ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് വേണം ഇതുണ്ടാകാൻ. കാരണം തേങ്ങാപ്പാലായത് കാരണം നല്ല എണ്ണ അതുണ്ടാവും. ഇതാ ഇഞ്ചി ഇട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മളിനകത്ത് വഴറ്റാനായിട്ട് അത് വഴന്ന് പറഞ്ഞ് നമുക്കിച്ചിരി ഉപ്പിടാം. പെട്ടെന്ന് വഴന്ന് ഇത് സൺഡേ അല്ല, അത് കാരണം ചിക്കൻ കറി വയ്ക്കാമെന്ന് അങ്ങനെ ചിക്കൻ കറി വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് വെച്ച് തരാമെന്നാണ്. അതിൻ്റെ നമ്മുടെ വീട്ടിലല്ല വയ്ക്കുന്നത്. ഞാൻ ഒത്തിടുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ തീരെ കുറവാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പുറത്താണ് നമ്മൾ ചിക്കൻ വയ്ക്കുന്നത്. അപ്പം ചിക്കൻ വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാവരും കൂടെ കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഞാനത് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുള്ളൊരു വെള്ളമാണ്. ഉള്ളിയുടെ വെളിച്ചെണ്ണ അതിനകത്തില്ല. അതിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല എന്നതാകണ്ടോ, ശകലം പോലും വെളിച്ചെണ്ണ, ശകലം എന്ന് പറഞ്ഞാൽ ഒരു ശകലം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കാരണം കടുകൊന്ന് പൊട്ടിക്കാൻ, അല്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ തേങ്ങാപ്പാലിനകത്താണ് വയ്ക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ പെരുംജീരകവും കുരുമുളകും കൂടെ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചരച്ച് മിക്സിയിൽ അരച്ചെടുത്തത് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നതാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും, മല്ലിപ്പൊടി ഇച്ചിരി ഏറെ, മുളക് പൊടി കുറച്ച് ഒഴിക്കും. ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കും. ഞാനിത് പെരുംജീരകം അരച്ച് ചേർത്തൊന്നും അതിൻ്റെ പെരുംജീരകവും കുരുമുളകും കൂടെ അരച്ച് ചേർത്തത് കൂടാതെ ഞാനിത് മുളക് പൊടിയും മല്ലിപ്പൊടി 3 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗ്രേവി ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ, ഇതേണ്ട ഈ പാൽ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കി വേവിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നില്ല, ഇങ്ങനെ ഇളക്കി വേവിക്കുന്നത്. ആദ്യം ഞാൻ വീഡിയോ മുളക് പൊടിയൊക്കെ ഇടുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ ഓണാക്കാതാണ് അങ്ങനെ പറഞ്ഞത് കാരണം കിട്ടിയില്ല. ഇത് കണ്ട ഇങ്ങനെ ഗ്രേവി ആയി വരും. ഇങ്ങനെ ആയി വരുന്നതനുസരിച്ച് നമ്മൾ ഇളക്കി എടുക്കണം. ഇത് ഇൻറ്റാലിയത്തിൻ്റെ ചീനിച്ചട്ടി ആകുമ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണ വറ്റിയിറങ്ങും. അത് മതി നമുക്ക് വേവിക്കാനാണ് കേട്ടോ. നമുക്കിത് ഇളക്കി എടുത്തിട്ട് ഇതായി വരുമ്പോൾ വേണം നമുക്ക് ചിക്കൻ അതിനകത്ത് ഇടേണ്ടത്. ഈ ഗ്രേവിക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കണം നമ്മൾ കേട്ടോ. പൊട്ടി വരുന്നുണ്ട്, വെള്ളം പൊട്ടിയിട്ട് കണ്ടോ, അതിങ്ങനെ എണ്ണ പോലെ തിളച്ച് മാറും. ഇളക്കുന്നതനുസരിച്ച് എണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് കണ്ടോ തേങ്ങാപ്പാലിനകത്തല്ല. അപ്പോൾ ഗ്രേവി ഇങ്ങനെ ആയി വരും. നമുക്കതനുസരിച്ച് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതങ്ങ് മുഴുവൻ വയ്ക്കും. രണ്ടാം പാലാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഇളക്കിയിട്ട് ചിക്കൻ വാങ്ങും ഇല്ല. ചിക്കൻ ഇടാം അതിനകത്തോട്ട്. ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കിയത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ അതിനകത്ത് ഇടാം. ചിക്കനിട്ട് ചിക്കൻ ഇളക്കി തേങ്ങാപ്പാലിനകത്താണ് വെച്ചതുകൊണ്ട് ഞാനൊന്ന് തിളക്കട്ടെന്ന് വിചാരിച്ച് ആദ്യത്തെ പാലിനാണ് ഈ തിളയ്ക്കുന്നത്. തിളച്ച് വെള്ളമെല്ലാം ഇത് തേങ്ങാപ്പാലങ്ങ് പറ്റി കഴിയുമ്പോഴാണ് നമുക്ക് ഇത് കഴിയാൻ പറ്റുന്നത്. സൂപ്പറായിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചിക്കനൊന്നും ഇട്ട് പുരട്ടിയൊന്നും കാണിക്കാഞ്ഞത്. ഇതൊന്നും പറ്റി നല്ലോണം വരണം. അതുകൊണ്ട് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ ഒറ്റയ്ക്കേ ഉള്ളൂ, സഹായികൾ ആരുമില്ല.
ഒന്ന് പറ്റി വരട്ടെ, എന്നിട്ട് കാണാം. ബാക്കി നമുക്ക് ചെയ്യാം. കറിയായി വരുന്നുണ്ട്. കുറച്ചുകൂടെ പറ്റട്ടെ കേട്ടോ, പറ്റി വരണം. എന്നെങ്കിൽ നമുക്ക് ചിക്കൻ കറി നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടോ. തേങ്ങാപ്പാലിനകത്താണ് കറി. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കണ്ടോ. ഇത്തിരി ചാറും ഇല്ല, ഒന്നുമില്ല, നല്ല കുറുകി കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് രണ്ടാം പാൽ ഒഴിച്ചാണ് നമ്മൾ ആദ്യമേ ചിക്കൻ കറി വേവിച്ചത്. പിന്നെ ഇറക്കാൻ നേരം നമ്മൾ ആദ്യത്തെ പാലൊഴിച്ച് നല്ല കുറുകി ഇരിക്കുന്നുണ്ടോ. ഇത് പാലപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാം. ടേസ്റ്റ് ഞാൻ നോക്കാൻ ഞാനൊരു കടയിൽ കൊടുത്തായിരുന്നു. അപ്പോൾ പറഞ്ഞ് സൂപ്പറാണെന്ന് പറഞ്ഞത്. അപ്പം അടിപൊളിയായിട്ടുണ്ട്.